ഇന്നത്തെ തേൻതുള്ളി. ബാറാഖ് ഹുസൈൻ ഒബാമ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ ഒരു കൊട്ടേഷൻ. He has commented a lot. Barack Hussein Obama has commented a lot about India and Indian leaders. ഭാരതത്തിലെ അനവധി വ്യക്തികളെക്കുറിച്ച് കാര്യമായിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല കമൻ്റാണ്. മഹാഭാരതവും രാമായണവും കേട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം കുറിച്ചത്. എനിക്ക് ആവേശമായിരുന്നു മഹാഭാരതവും രാമായണവും. ഇന്തോനേഷ്യയിൽ കുറേ കാലം ജീവിക്കാനും ഭാരതത്തിലെയും പാകിസ്ഥാനിലെയും എല്ലാം കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവാനും ഭാരതത്തെക്കുറിച്ച് ഒരു വലിയ ചിത്രം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാനും ഇത് കാരണമായി. ഭാരതീയ ഗ്രന്ഥങ്ങളെ ചെറുപ്പം മുതൽക്ക് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യം. അവിടെ ഇന്നും ദേശീയോത്സവം രാമനവമിയാണ്. കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഇന്തോനേഷ്യയിലെ കറൻസിയിൽ ശ്രീരാമ അതുപോലെ തന്നെ ഗണേശ ചിത്രമുണ്ട്. എവറി ഇന്തോനേഷ്യൻ സിറ്റിസൺ യൂസ് ടു തിങ്ക് ഐ ആം എ ഹിന്ദു ബൈ കൾച്ചർ ആൻഡ് മുസ്ലിം ബൈ റിലീജിയൻ. അങ്ങനെ സാധിക്കും. ഞാൻ മതപരമായിട്ട് ഒരു മുസ്ലിമും സാംസ്കാരികമായിട്ട് ഒരു ഹിന്ദുവുമാണ്. ഹൺഡ്രഡ്സ് ഓഫ് ടെമ്പിൾസ് ആർ ദർ ഇൻ ഇന്തോനേഷ്യ. ഇവിടെയെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ നടക്കുന്നു. ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, മൻമോഹൻ സിംഗിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, പലരെയും കുറിച്ച് എഴുതിയിട്ടുണ്ട്. അസാധാരണമാം വിധത്തിൽ വേൾഡ് ഓവർ പീപ്പിൾ ആർ ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. പീപ്പിൾ ആർ ഇവാലുവേറ്റിംഗ് ദ കമൻസ് ഗിവൺ ഓൺ ദാറ്റ് ബുക്ക്. ആ പുസ്തകത്തെക്കുറിച്ചുള്ള കമൻറ്റുകളെക്കുറിച്ചും ആൾക്കാർ നോക്കുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസ് ഇവാലുവേറ്റഡ് ദാറ്റ് ബുക്ക്. ദേ ക്രിട്ടിക്കലി അനലൈസ്ഡ് ദ ബുക്ക് കണ്ടന്റ്. ആ പുസ്തകത്തിലെ കണ്ടന്റുകളെ അവർ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തു. അവരത് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് കോപ്പികൾ അത് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയെക്കുറിച്ച് നല്ലതും ചീത്തയും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ചില വ്യക്തികളെക്കുറിച്ച്. പക്ഷെ ഇന്ത്യൻ കൾച്ചർ ഒബാമയ്ക്ക് ഏറ്റവും അധികം അട്രാക്റ്റീവായിരുന്നു. ഒസാമ ബിൻ ലാദനെ വധിക്കുക, കൊല്ലുക, ഉന്മൂലനം ചെയ്യുക, തീവ്രവാദത്തെ ഇല്ലാതെയാക്കുക. അതാണ് യഥാർത്ഥത്തിൽ ഒസാമ ബിൻ ലാദൻ്റെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇറാഡിക്കേറ്റിംഗ് ദ ടെററിസം ആൻഡ് ജിഹാദി അപ്രോച്ച് ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ബീയിങ് എ പാർട്ട്ലി മുസ്ലിം. യഥാർത്ഥത്തിൽ ഒബാമയുടെ ഗ്രാൻഡ് മദർ ഒരു മുസ്ലിമാണ്. അവർ ഹജ്ജിന് പോകുന്നവരാണ്, ആഫ്രിക്കയിലുള്ളവരാണ്. അവരുടെ പിക്ചറുകളൊക്കെ വന്നിരുന്നു. അങ്ങനെ ഒരു മുസ്ലിം ലീനിയൻസ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ബാറാഖ് ഹുസൈൻ ഒബാമ എന്ന് വന്നത്. അദ്ദേഹത്തിന് ആവേശം ഭാരതത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. ഇത് ലോകത്തോട് നമ്മൾ സ്വയം അറിഞ്ഞു പറയേണ്ടതാണ്. അതായത് പാർട്ട്ലി ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട്, പാർട്ട്ലി മുസ്ലിം ബാക്ക്ഗ്രൗണ്ട്, ഇതുകൂടാതെ അമേരിക്കൻ കൾച്ചർ, ആഫ്രിക്കൻ നേച്ചർ, ഇതെല്ലാം ഉണ്ടായിട്ടും ചെറുപ്പത്തിൽ തന്നെ സമുജ്വലമായ രീതിയിൽ ഭാരതത്തിൻ്റെ പൈതൃകം സ്പർശിച്ചുകൊണ്ടുള്ള ഒരു അറിവ് ലഭിച്ചതുകൊണ്ട് ഇപ്പോൾ പറയുന്നു, ഐ ഗെറ്റ് ഇൻസ്പിറേഷൻ ജസ്റ്റ് ലൈക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ മാതിരി, ഐ ഗെറ്റ് ഇൻസ്പിറേഷൻ ഫ്രം ഭഗവത്ഗീത ഫോർ ഓൾ മൈ തിയറംസ് ആൻഡ് ഹൈപ്പോത്തസിസ്. ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ്. ഐ ഹവ് ഗോട്ട് സോ മച്ച് ബിയറിംഗ് ഓൺ മൈ ലൈഫ്, മഹാഭാരത ആൻഡ് രാമായണ. അത് തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ലോക രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള അമേരിക്കയിൽ ദ വേൾഡ് ക്യാപിറ്റൽ അപ്പിയേഴ്സ് ടു ബി അമേരിക്ക. വേൾഡ് കിങ് ഓർ റൂളർ അപ്പിയേഴ്സ് ടു ബി അമേരിക്കൻ പ്രസിഡന്റ്. ലോകത്തിൻ്റെ ഭരണാധികാരിയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നാ പറയുക. കാരണം അമേരിക്കയ്ക്ക് അത്രയും സ്വാധീനമുണ്ട് ലോകത്തിൽ. ഇന്നും അന്നും എന്നും സ്വാധീനമുണ്ട്. ഇന്നത്തെ പത്രത്തിലുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചാലേ ഒന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായിട്ടുള്ള അന്തരീക്ഷം ഇല്ലാതെയാക്കാൻ പറ്റുള്ളൂ എന്ന് ജോയ് ബൈഡനോട് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പത്രത്തിൽ. എന്നാ അമേരിക്ക ക്യാൻ ഡിസൈഡ് എനിത്തിങ് അബൌട്ട് ദി വേൾഡ്, ഇൻ ദ വേൾഡ്, ഫോർ ദ വേൾഡ്, ബൈ ദ വേൾഡ്. ലോകത്തിന് വേണ്ടി ലോകത്തിലെ ഏത് രാജ്യത്തിലും സ്വാധീനിക്കാൻ കഴിവുള്ള അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന, ശക്തനായിട്ടുള്ള പ്രസിഡന്റ് ആയിരുന്ന, സാധാരണക്കാരനൊന്നുമല്ല, ശക്തനായിട്ടുള്ള പ്രസിഡന്റ് ആയിരുന്ന ഫസ്റ്റ് ബ്ലാക്ക് മാൻ ഇൻ വൈറ്റ് ഹൗസ്, ആദ്യത്തെ വൈറ്റ് ഹൗസിലെ കറുത്ത വർഗക്കാരനായിരുന്ന അദ്ദേഹം ശരിക്ക് അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതൽക്ക് തന്നെ ആവേശകരം നമ്മുടെ ഗ്രന്ഥങ്ങളാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് അഭിമാനാർഹമായിട്ടുള്ള ഒരു വരിയായിട്ട്, ഒരു പാരഗ്രാഫായിട്ട് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കുക. വേറൊന്നുകൂടി, ഒസാമ ഒബാമ, ഒന്നിലെ എസ് മറ്റൊന്നിൽ ബി, 1 ലെറ്റർ ഡിഫറൻസ്, ഒരു ലെറ്ററിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ നല്ല നല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ കാഷ്വലി പറഞ്ഞു കൊടുക്കുക, അതവരുടെ മനസ്സിലുണ്ടാവും. ജസ്റ്റ് പുട്ടിങ് ഓൺ ദെയർ ബ്രെയിൻ. നമ്മൾ ഈ പീനട്ട് കപ്പലണ്ടി കൊടുക്കുന്ന മാതിരി, തിന്നാൻ കപ്പലണ്ടി കൊടുക്കുന്ന മാതിരി ഇതുമാതിരിയുള്ള ചില വിഷയങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഒബാമ പറഞ്ഞത് നീ കേട്ടോ, ഭാരതത്തിലെ രാമായണവും മഹാഭാരതവും ആയിരുന്നു അത്ര അയാൾക്ക് ആവേശകരം. ദാറ്റ്സ് ഇനഫ്. എത്ര സെക്കൻഡ് എടുത്തു? 5 സെക്കൻഡ്, 10 സെക്കൻഡ് നമ്മുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ. ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇതൊക്കെ ഒന്ന് ചെറുപ്പത്തിലെ ഒന്ന് ഹിൻഡ് ചെയ്തിരുന്നെങ്കിൽ, പരോക്ഷമായിട്ട് നമ്മുടെ വിദ്യാലയത്തിലോ മാതാപിതാക്കളോ ചെയ്തിരുന്നെങ്കിൽ പോലും ഇന്ന് ഈ നാടിൻ്റെ സംസ്കാരവാഹകർക്ക് ഇത്രയും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. സോ ലെറ്റ് us start now. Informing the world, informing the organization, informing our people who are working in our culture. നമ്മുടെ സംസ്കാരത്തിൽ വർക്കുന്ന, സംഘടനയിൽ വർക്കുന്ന, ഒരു വീട്ടിലുള്ളവർക്ക് നമ്മുടെ പൈതൃകത്തിൻ്റെ ചെറിയ ചെറിയ തേൻതുള്ളികൾ അത് നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ റിച്ച് ലൈഫ്, എൻറിച്ച്ഡ് ലൈഫ്, വാല്യൂ ബേസ്ഡ് ബിസിനസ്, വാല്യൂ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, വാല്യൂ ബേസ്ഡ് ഡീലിങ്സ്, വാല്യൂ ബേസ്ഡ് റിലേഷൻ ബിൽഡിംഗ് എല്ലാം സംഭവിക്കുന്നത് when we give values to them. പഞ്ചസാര ചായയിലിടുമ്പോൾ ചായ മധുരമുള്ളതാവും. വാല്യൂസ് ജീവിതത്തിലിടുമ്പോൾ ജീവിതം വാല്യൂ ബേസ്ഡ് ആവും. When you give values to our life, naturally the life will become value based. അത് കൊടുക്കാത്തതാണ് പലരുടെയും മക്കൾ പല ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ല. അധികാരത്തിമർപ്പ്, ഇതൊക്കെ പെർമനന്റ് ആണെന്ന് വിചാരിച്ചു. ദ പവർ ആൻഡ് ദ പൊളിറ്റിക്കൽ ഗോഡ് ഫാദർഹുഡ് ഇതൊക്കെ പെർമനന്റ് ആണെന്ന് വിചാരിച്ചു. അവിടെ ഇത്തിരി വാല്യൂസ് കൂടി കൊടുത്തിരുന്നെങ്കിൽ മക്കൾക്ക് ഈ അബദ്ധം സംഭവിക്കുമായിരുന്നില്ല. സോ റിമെമ്പർ ദാറ്റ്. വേർഡ്സ് ഓഫ് ഒബാമ, ഗ്രേറ്റ്, വളരെ ഗംഭീരമാണ്. എനിക്ക് ആവേശം ഒരു ക്രിസ്ത്യൻ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തിക്ക് ആവേശം ഭാരതവും ഭാരതത്തിൻ്റെ സംസ്കാരവും ഭാരതത്തിലെ സാംസ്കാരിക ഗ്രന്ഥങ്ങളുമാണ്. നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. അത് മറ്റുള്ളവരോട് പറയാനും അഭിമാനം ഉണ്ടാവണം. പ്രണാമം.